പ്രാണനിൽ ഭാഗം 8. പിറ്റേന്ന് അതിരാവിലെ തന്നെ എഴുന്നേറ്റ പാറു വേഗം തന്നെ കുളിച്ചു ഫ്രഷായി ഒരു ധാവണി ഉടുത്ത് മാധവനോട് പറഞ്ഞ് അമ്പലത്തിലേക്ക് നടന്നു. അപ്പോഴേക്കും ലക്ഷ്മി ഭവനത്തിൽ നിറയെ ആളുകൾ വരാൻ തുടങ്ങിയിരുന്നു. പന്തലിൻ്റെ പണി, പാചകം ഒക്കെ രാത്രി തന്നെ മാധവൻ റെഡിയാക്കിയിരുന്നു. ഇതേസമയം അമ്പലത്തിലെത്തിയ പാറു കൃഷ്ണഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്ന് പുഞ്ചിരിയോടെ കൈകൾ കൂപ്പി. "എൻ്റെ കണ്ണാ, അങ്ങേക്കറിയാലോ ഇന്നെൻ്റെ വിവാഹമാണ്. എന്തുകൊണ്ടോ വല്ലാത്ത സന്തോഷം ഈ നിമിഷം എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഭഗവാനെ, ഒരിക്കൽ ഇതേപോലെ ജിത്തുവേട്ടൻ അത്രയും ആഗ്രഹത്തോടെ എന്നെ വിവാഹം കഴിക്കാനിരുന്നതല്ലേ. പക്ഷേ ആ പാവം ഇന്നീ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരികയും ചെയ്തു. ഇതിപ്പോൾ മിനിമോളുടെ അച്ഛനും എൻ്റെ പൊന്നുമോൾക്കും ഒരാപത്തും ഞാൻ കാരണം വരുത്തല്ലേ ദൈവമേ. അതുപോലെ തന്നെ സൂര്യ ചേച്ചിക്കും ഞങ്ങളെ ദ്രോഹിക്കാനുള്ള മനസ്സ് കൊടുക്കല്ലേ. എന്തുകൊണ്ടോ മീനുമോളെ പറ്റി പറയുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നും. ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണേ." കൈകൂപ്പിക്കൊണ്ടവൾ അത്രയും പ്രാർത്ഥിച്ച ശേഷം വേഗം തന്നെ പ്രസാദവും വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് നടന്നു. വഴിയരികിൽ കാണുന്നവരോടൊക്കെ ചെറുപുഞ്ചിരി നൽകിക്കൊണ്ട് പോകുന്നവളെ എല്ലാവരും മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചിരുന്നു. കാരണം നാട്ടുകാർക്ക് പോലും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. അങ്ങനെ നടന്നവൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടമാകെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ കണ്ട് പതുങ്ങിക്കൊണ്ട് വേഗം അകത്തേക്കോടി. "ആ, നീ വന്നോ? ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുവരാൻ ആരെയെങ്കിലും പറഞ്ഞേക്കാൻ നോക്കുകയായിരുന്നു. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വേഗം പോയി ഒരുങ്ങി നിൽക്കുമോളെ, സമയം അധികമൊന്നുമില്ല കേട്ടോ." അവളെ കണ്ടപ്പോൾ തന്നെ ശോഭ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ പാറു തരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്തുകൊണ്ടോ അവൾക്ക് ആ നിമിഷം വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. അതേ സന്തോഷത്തോടെ അവൾ മുന്നോട്ടാനുകൊണ്ട് ശോഭയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആ നിമിഷം ശോഭയായിരുന്നു ഞെട്ടിപ്പോയത്. ചുറ്റും ആളുകളുമുള്ളത് കൊണ്ടായിരുന്നു അവർ പാറുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന പാറുവിനെ നോക്കവേ അവരിൽ പേരറിയാത്തൊരു വാത്സല്യം പൊട്ടിമുളക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പോലും സ്വന്തം അമ്മ ആയിരുന്നിട്ട് കൂടിയും കാര്യം സാധിക്കാനല്ലാതെ സൂര്യയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊന്നും ഉണ്ടാവാറില്ല എന്നവർ ഓർത്തു. എന്നാൽ എന്നും ദ്രോഹിക്കുകയും കരയിക്കുകയും ചെയ്തിരുന്ന പാറു ഇങ്ങനെ ചെയ്തപ്പോൾ അന്നാദ്യമായി അവരുടെ ഉള്ളിൽ അവളെ ചെയ്തതൊക്കെ ഓർത്ത് ഒരു വിങ്ങലുണ്ടായി. അവരുടെ കൈകളും യാന്ത്രികമായി അവളെ പുണർന്നു അവളെ തൻ്റെ മാറോട് ചേർത്തിരുന്നു. "അല്ല, നിങ്ങളിതെന്ത് ചെയ്യുക? സമയം കുറേ ആയില്ലേ? പാറുമോളെ, ചെന്ന് മാറ്റാൻ നോക്ക്. ശോഭേ, നീ ഇങ്ങ് വന്നേ." പെടുന്നനെ മാധവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവർ വിട്ടുമാറിയത്. "ആ, ഞാനെന്നാ പോയി മാറ്റാം അച്ഛേ." പാറു അത് പറഞ്ഞ ശേഷം ശോഭയെ ഒന്ന് നോക്കി. അവർ അപ്പോൾ അവളെ നോക്കി ചിരിച്ചു. അവളുടെ മുഖം കയ്യിൽ എടുത്ത് നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. മനസ്സറിഞ്ഞുകൊണ്ടുള്ള അവരുടെ ആദ്യ ചുംബനം. അത് കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ പാറുവും മാധവനും അവരെ നോക്കി. അപ്പോൾ തന്നെ പാറുവിനെ ഒരുക്കാൻ വേണ്ടി വന്ന കുട്ടികൾ അവളെ വിളിച്ചു കൊണ്ടുപോയിരുന്നു. അവൾ പോണത് ഒരു നിമിഷം നോക്കി നിന്ന ശോഭയും തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മാധവൻ്റെ അരികിലേക്ക് ചെന്നു. "ഇപ്പോഴാടോ നീ എൻ്റെ യഥാർത്ഥ ഭാര്യയായത്." ചെറിയൊരു ചിരിയോടെയുള്ള മാധവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവരും ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നാൽ ഈ സമയമൊക്കെയും സ്കൂട്ടിയിൽ നിന്നും വീണു എന്ന് കളവ് പറഞ്ഞുകൊണ്ട് റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു സൂര്യ. കണ്ണാടിയിൽ കൂടി തൻ്റെ മുഖം നോക്കുമ്പോഴൊക്കെയും പാറുവും വ്യാസവും തൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നത് അവൾക്ക് ഓർമ്മ വന്നുകൊണ്ടിരുന്നു. എന്നെ വേദനിപ്പിച്ചുകൊണ്ട് നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. ഇപ്പോൾ ഞാനൊന്നിനും മുതിരുന്നില്ല. സമയം ഇനിയും ഒരുപാടുണ്ടല്ലോ. 2 പേർക്കും ചേർന്നൊരു പണി ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ 2 പേരും അലറിക്കരയുന്നത് എനിക്ക് കാണണം. അതിന് എന്ത് വേണമെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. ഇപ്പോൾ നന്നായി സന്തോഷിച്ചോ. ഞാനും കുറച്ചു നേരം നല്ല ചമയാം. എന്നിട്ട് അവസരം കിട്ടുമ്പോൾ പണി തന്നോളാം രണ്ടിനും." മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ കല്യാണത്തിനായി ശോഭ വാങ്ങിക്കൊടുത്ത സാരി എടുത്ത് ഫ്രഷ് ആവാനായി കയറി. ഈ സമയം പാറുവിനെ എല്ലാവരും കൂടി ഒരുക്കി ഒരു മാലാഖയെ പോലെ ആക്കി നിർത്തിയിരുന്നു. റോസിൽ ഗോൾഡൻ കളർ കരയുള്ള സാരി ഭംഗിയായി എടുത്തിരുന്നു. നീണ്ട ഇടതൂർന്നു കിടക്കുന്ന മുടിയേകൾ പുറകിലേക്ക് ഒന്നാകെ എടുത്ത് ബൺ പോലെ കെട്ടി നിറയെ മുല്ലപ്പൂവും ചുറ്റിയിട്ടുണ്ട്. അധികം മേക്കപ്പ് ഇഷ്ടമല്ല എന്നവൾ ആദ്യമേ പറഞ്ഞത് കൊണ്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും കണ്ണിൽ നല്ല കട്ടിയിൽ കൺമഷി കൊണ്ട് വരയുകയും മുഖത്ത് മിതമായ രീതിയിലുള്ള മേക്കപ്പുമാണ് ചെയ്തത്. പൊതുവെ ഇളം റോസ് നിറത്തിലുള്ള അധരങ്ങൾ ഇന്ന് ലിപ് ലൈനർ കൊണ്ട് നന്നായി ചുവപ്പിച്ചിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ മാധവൻ കൊണ്ടുകൊടുത്ത ആഭരണങ്ങൾ കൂടെ അണിഞ്ഞപ്പോൾ എല്ലാവരും കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നുപോയി. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. ശരിക്കും ഒരു ദേവത പോലെ. എല്ലാ ഒരുക്കവും കഴിഞ്ഞപ്പോൾ പാറു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ആദ്യം ചെന്നത് മാധവൻ്റെയും ശോഭയുടെയും അരികിലേക്കായിരുന്നു. "അമ്മേ, അച്ഛേ." അവളുടെ വിളികേട്ട് തിരിഞ്ഞു നോക്കി അവർ സർവാഭരണഭൂഷിതയായി മുന്നിൽ വിടർന്ന ചിരിയോടെ നിൽക്കുന്ന പാറുവിനെ ഒരു നിമിഷം നോക്കി നിന്നു. ശേഷം 2 പേരും അവൾക്ക് ഇരുവശത്തും വന്നു നിന്നുകൊണ്ട് അവളുടെ കവിളിൽ ചുംബിച്ചു. അച്ഛയുടെ മോൾ സുന്ദരിയായിട്ടുണ്ട്." സന്തോഷം കാരണം മാധവൻ്റെ ശബ്ദം പോലും ഇടറുന്നുണ്ടായിരുന്നു. "നന്നായി വരും." ശോഭ അത് മാത്രമേ പറഞ്ഞുള്ളൂ.
അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അവർ കാറിലേക്ക് കയറിയിരുന്നു. അങ്ങനെ പോകാൻ നോക്കുമ്പോഴാണ് താല്പര്യമില്ലാത്ത പോലെ സൂര്യ ഇറങ്ങി വരുന്നത് കണ്ടത്. മുന്നിൽ ശോഭയ്ക്കരികിലിരിക്കുന്ന പാറുവിനെ ഒന്ന് നോക്കിക്കൊണ്ടവൾ ഒന്നും മിണ്ടാതെ അവർക്കൊപ്പം വന്നിരുന്നു. പാറുവും അവളെ അങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നാൽ കാർ സ്റ്റാർട്ടായി കുറച്ചെത്തിയപ്പോൾ ശോഭ കാണാതെ സൂര്യ പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു. "സോറി പാറു." സൂര്യ പറയുന്ന കേട്ട പാറു ഞെട്ടലോടെയും പിന്നെ സന്തോഷത്തോടെയും അവളെ നോക്കിയപ്പോൾ സൂര്യ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പാറുവിനെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം എല്ലാം കൊണ്ടും പാറു അതിയായ സന്തോഷത്തിലായിരുന്നു. ശോഭയിലും സൂര്യയുടെ മാറ്റം ആശ്വാസമുണ്ടാക്കിയിരുന്നു. ഇതേസമയം ദൂരെയുള്ള ശിവന്റെ പ്രശസ്തമായ അമ്പലത്തിന് മുന്നിലേക്ക് ഒരു ബ്ലാക്ക് ഓഡി കാർ വന്നു നിർത്തി. അതിൽ നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വ്യാസ് ഇറങ്ങി വന്നു. വെള്ളക്കരയുള്ള ഷർട്ടും അതുപോലുള്ള മുണ്ടുമാണ് വേഷം. പാറു സെലക്ട് ചെയ്തു കൊടുത്ത ആ ഡ്രസ്സ് അവന് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ചെറുതായി ബ്രൗൺ കളർ നിറമുള്ള മുടിയിഴകൾ ഒരു വശത്തേക്ക് കൈകൊണ്ട് മാടി ഒതുക്കി വെച്ച് അവൻ നേരെ തിരിഞ്ഞു നോക്കി. അപ്പോൾ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും മീനൂട്ടിയും സുധാകരനും, പിറകിൽ നിന്ന് ജയന്തിയും, കൂടെ സുധാകരൻ്റെ അനിയത്തി സുശീലയും മകൻ അർജുനും ഇറങ്ങി വന്നു. മീനൂട്ടിയാണേൽ ആകെ മൊത്തം കളറായിട്ടുണ്ട്. രാവിലെ മുതലേ അമ്മ വീട്ടിലേക്ക് വരാൻ പോകുന്നുവെന്ന് പറഞ്ഞു ആകെ സന്തോഷത്തിലായിരുന്നു പെണ്ണ്. കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ ചുറ്റിലും ഒന്ന് കുഞ്ഞുമിഴികളാൽ ആരെയോ പരതിക്കൊണ്ടവൾ വ്യാസിന് അരികിൽ ചെന്ന് അവനെ കൂർപ്പിച്ചു നോക്കി. "എൻ്റെ അമ്മ എവിടെ അച്ഛേ?" മോളുടെ ചോദ്യം കേട്ടപ്പോൾ വ്യാസും അവർക്ക് പിറകെ കാറിലും ബസ്സിലുമൊക്കെയായി വന്നവരൊക്കെ ചിരിച്ചു. "നിങ്ങളെല്ലാതും എന്തിനാ ചിരിക്കുന്നേ?" എല്ലാവരുടെയും ചിരി കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ദേഷ്യം കൂടി. അത് കണ്ട വ്യാസ് വേഗം തന്നെ മോളെ വാരിയെടുത്ത് അവളുടെ ഉണ്ടക്കവളിൽ ചുംബിച്ചുകൊണ്ട് എന്തോ പറയാനായി വന്നപ്പോഴാണ് അവിടേക്ക് വേറൊരു കാർ വന്നു നിർത്തിയത്. അതിൽ നിന്നും ശോഭയുടെയും സൂര്യയുടെയും കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന പാറുവിനെ കണ്ട വ്യാസ് പരിസരം പോലും മറന്നുകൊണ്ടവളെ നോക്കി. അതുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന മീനൂട്ടി അമ്മേ എന്ന് വിളിച്ചു അവനിൽ നിന്നും ഊർന്നിറങ്ങി പാറുവിൻ്റെ അടുത്തെത്തിയതൊന്നും അവൻ അറിഞ്ഞില്ല. "ദേവൂട്ടാ, നീ എന്താ നോക്കി നിൽക്കുന്നേ? വരുന്നില്ലേ?" ഒടുക്കം ജയന്തിയുടെ സംസാരം കേട്ടപ്പോഴാണ് വ്യാസിന് ബോധം വന്നത്. അവൻ അപ്പോൾ തന്നെ ചെറിയൊരു ചമ്മലോടെ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവനിലാണെന്ന് കണ്ടതും വെപ്രാളത്തോടെ നടന്നു കൊണ്ടവൻ മീനുമോളെ എടുത്തു നിൽക്കുന്ന പാറുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യം തന്നെ അമ്പലത്തിനുള്ളിലേക്ക് കയറി. അവൻ്റെ ആ പ്രവൃത്തിയിൽ പാറു ഞെട്ടിപ്പോയെങ്കിൽ അവിടെ ചുറ്റും കൂടി നിന്നവരൊക്കെയും ചെറുചിരിയോടെയാണ് നോക്കിക്കണ്ടത്. പരമശിവന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെത്തിയപ്പോൾ പാറു മോളെ താഴെ അവരുടെ രണ്ടുപേരുടെയും മുന്നിലായി നിർത്തിക്കൊണ്ട് കൈകൂപ്പി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണും അതുപോലെ ചെയ്തു. "ഈശ്വരാ, എൻ്റെ അത്തയെയും അമ്മയെയും കാക്കണേ." കുഞ്ഞിച്ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മോൾ പറയുന്നത് കേട്ടപ്പോൾ വ്യാസും പാറുവും പരസ്പരം നോക്കി ചിരിച്ചു. അപ്പോഴേക്കും അകത്തു നിന്നും പൂജാരി ഒരു താരത്തിൽ ആലിലത്താലിയും ഒരു കുഞ്ഞു ചെപ്പും കൊണ്ടുവന്നു. "നിങ്ങൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് നന്നായി പ്രാർത്ഥിച്ച് പൂജ ചെയ്ത താലിയാണിത്. മഹാദേവൻ എന്നും കൂടെ ഉണ്ടാകും ട്ടോ. എന്നും ദീർഘസുമംഗലിയായിരിക്കട്ടെ." വ്യാസിനെ നോക്കി ആദ്യം പറഞ്ഞു അവസാനം പാറുവിൻ്റെ തലയിൽ കൈവച്ച് കൊണ്ടയാൾ അനുഗ്രഹം നൽകി. "മുഹൂർത്തമായിരിക്കണു, ഇനി താലി കെട്ടിക്കോളൂ." പൂജാരി നീട്ടിയ താലത്തിൽ നിന്നും ആലിലത്താലി കയ്യിലെടുത്തുകൊണ്ട് വ്യാസ് പാറുവിനെ നോക്കിയപ്പോൾ അവൾ കൈ രണ്ടും കൂപ്പി കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൻ പുഞ്ചിരിയോടെ മഹാദേവനെ സാക്ഷി നിർത്തി തൻ്റെ വാമഭാഗമാക്കി മാറ്റുവാനായി അവളുടെ കഴുത്തിൽ താലി കെട്ടി. അവൻ്റെ നിശ്വാസം ചെവിയിലേക്കും അവിടെ നിന്നും മുഖത്തേക്കും അലയടിച്ചപ്പോഴും കണ്ണുകൾ തുറക്കാതെ പ്രാർത്ഥനയിലായിരുന്നു പാറു. ഒടുക്കം ആ ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്തുകൊണ്ടവൻ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചപ്പോൾ കുറച്ച് സിന്ദൂരം നേരെ ചെന്ന് പതിച്ചത് വെള്ളക്കൽ മുക്കുത്തി പതിപ്പിച്ചിരുന്ന അവളുടെ മൂക്കിൻ തുമ്പിൽ ആയിരുന്നു. അതറിഞ്ഞപ്പോൾ അവൾ പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവനെ നോക്കി. അപ്പോൾ വ്യാസ് അവളെ കുസൃതിയോടെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിയ ശേഷം അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചു. വ്യാസിൻ്റെ കൂടെ കോ ഡ്രൈവർ സീറ്റിലായിരുന്നു പാറു ഇരുന്നത്. പോകുന്ന പോക്കിൽ അവർക്കൊപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല. ജയന്തിയും സുധാകരനുമൊക്കെ വേറെ വണ്ടിയിൽ കയറിയിരുന്നു. "അമ്മേ, ഇനി മോളെ വിട്ട് അമ്മ എവിടെയും പോകല്ലേ?" പാറുവിനെ ചുറ്റിപ്പിടിച്ച് അവളുടെ മാറിൽ മുഖം അമർത്തി മീനൂട്ടി പറയുന്നത് കേട്ടപ്പോൾ വ്യാസ് ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. "ഇല്ലട കണ്ണാ, എൻ്റെ മീനുമോളെ വിട്ട് അമ്മ ഇനി എവിടേക്കും പോകില്ലാട്ടോ." അത് പറയുമ്പോൾ എന്തുകൊണ്ടോ അവൾ പോലും അറിയാതെ വ്യാസിൻ്റെ കണ്ണുകൾ പാറുവിനെ തേടിപ്പോയിരുന്നു. എന്നാൽ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തിരുന്ന അവൻ അത് കണ്ടതുമില്ല. പിന്നെ കുറച്ചു നേരത്തേക്ക് അമ്മയും മോളും അവരുടെ ലോകത്തായിരുന്നു. പിന്നെ മീനുമോൾ പതിയെ ഉറക്കം വന്ന് അവളുടെ മേലേക്ക് തന്നെ ചാരിയപ്പോൾ പാറു മോളെ ചേർത്ത് പിടിച്ചിരുന്നു. "ശ്രീ, എല്ലാം ഒരു മായ പോലെ തോന്നുന്നു അല്ലേടോ?" കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വ്യാസ് പറയുന്നത് കേട്ടപ്പോൾ പാറു അവനെ നോക്കി തലയാട്ടി.
ശരിക്കും ഞാനും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് തീരെ വിചാരിച്ചിരുന്നതല്ല വിച്ചേട്ടാ. പുഞ്ചിരിയോടെ പാറു പറഞ്ഞപ്പോൾ വ്യാസ് കേട്ടത് ആകെ വിച്ചേട്ടാ എന്നുള്ള അവളുടെ വിളിയായിരുന്നു. അല്ല ശ്രീ, നീ എന്താ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി വിച്ചേട്ടാ എന്ന് വിളിക്കുന്നത്? കുസൃതിച്ചിരിയോടെ മീശ പിരിച്ചുകൊണ്ടുള്ള വ്യാസിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ കുറുമ്പോടെ അവനെ നോക്കി. വിച്ചേട്ടൻ എന്തിനാ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി എന്നെ ശ്രീ എന്ന് വിളിക്കുന്നത്? വ്യാസ് ചോദിക്കുന്നത് പോലെ തന്നെ പാറുവും തിരിച്ചു ചോദിച്ചപ്പോൾ അവൻ അവളെ നോക്കി കണ്ണിറുക്കി കാട്ടി. എനിക്ക് പാറു എന്ന് വിളിക്കുന്നതിനേക്കാൾ എന്തോ ഒരിഷ്ടം ശ്രീ എന്ന് വിളിക്കുന്നതിനോടാണെന്ന് തോന്നി, വ്യാസ് പറഞ്ഞു. എന്നാൽ എനിക്കും അങ്ങനെ തന്നെയാണ്. വിച്ചാട്ട എന്നേ ഞാൻ വിളിക്കൂ. ഓ ആയിക്കോട്ടെ, ഇനി അതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട. രണ്ടു പേർക്കും ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അത് വിളിക്കാം, തെറി ഒഴിച്ച്. കുസൃതിച്ചിരിയോടുള്ള വ്യാസിൻ്റെ സംസാരം കേട്ട പാറു പൊട്ടിച്ചിരിച്ചു. മുത്തുകൾ ചിന്നിച്ചിതറും പോലുള്ള അവളുടെ ചിരിയൊലികൾ നേരെ ചെന്ന് പതിച്ചത് അവൻ്റെ ഹൃദയത്തിലായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വ്യാസിൻ്റെ കാർ ലക്ഷ്മി ഭവനത്തിന് മുന്നിൽ എത്തുമ്പോൾ അവരെ കാത്തെന്ന വണ്ണം എല്ലാവരും ഉമ്മറത്തും മുറ്റത്തുമായി നിൽപ്പുണ്ടായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന മീനൂട്ടിയെ എടുത്ത് തോളിലിട്ട് പതിയെ കൈവച്ച് തട്ടിക്കൊടുത്ത് പാറു ഡോർ തുറക്കാൻ നോക്കുമ്പോൾ തന്നെ വ്യാസ് അവിടേക്ക് വന്ന് ഡോർ തുറന്ന് അവൾക്ക് നേരെ തൻ്റെ കൈ നീട്ടിയിരുന്നു. ഒരു നിമിഷം അവനെ അവൾ നോക്കിയ ശേഷം പതിയെ ആ കയ്യിൽ പിടിച്ചു പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ജയന്തി അവർക്കരികിൽ ചെന്ന് ഉണർത്താതെ മീനുമോളെ എടുത്തിരുന്നു. നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു വാ, മോളെ ഞാൻ എടുത്തോളാം. പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് ജയന്തി പറഞ്ഞപ്പോൾ അവർ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. എല്ലാ കൂട്ടങ്ങളും അടങ്ങിയ ഗംഭീര സദ്യയായിരുന്നു ഒരുക്കിയിരുന്നത്. വ്യാസ് തന്നെയായിരുന്നു പാറുവിനും അവനും വേണ്ട ഫുഡൊക്കെ വിളമ്പിയത്. പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ചിരിയും കളിയുമായി ഭക്ഷണം കഴിക്കുന്ന അവരെ മാധവനും ശോഭയും സുധാകരനും ജയന്തിയും സന്തോഷത്തോടെയായിരുന്നു നോക്കിക്കണ്ടത്. ഇതേസമയം അമ്പലത്തിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ തന്നെ സാരിയിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ തൻ്റെ റൂമിലേക്ക് നടക്കുകയായിരുന്നു സൂര്യ. നിലത്ത് നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്ന അവൾ ഫോൺ വിളിച്ചു എങ്ങോ നോക്കി നടന്നു എതിരെ വരുന്ന അർജുനെ കണ്ടില്ലായിരുന്നു. ഒടുക്കം രണ്ടുപേരും കൂട്ടിമുട്ടി അവൾക്ക് മുന്നിലായി അവൻ നിലത്തേക്ക് വീണപ്പോഴായിരുന്നു രണ്ടുപേർക്കും ബോധം വന്നത്.